Hi guys, welcome back. MRC gang in Avaradam universe is getting more darker. കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം ഷമീറിന്റെ ആ ഒരു ലൈവിനകത്ത് ഉമ്മാർ ഒന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഇത്രയും ഭീകരമായിട്ടുള്ള സംഭവങ്ങൾ ഇമാർ ഇവിടെ ചെയ്തു കൂട്ടിയിട്ട് ഇവിടുത്തെ പോലീസുകാരൊക്കെ വെറും നോക്കുത്തിലായിട്ട് നിൽക്കുകയാണെന്നുള്ള ഞാൻ ആലോചിക്കുന്നത്. കാരണം വെച്ചാൽ പണ്ട് തൊപ്പിയുടെ മറ്റേ പാട്ട് പബ്ലിക്കിൽ നിന്ന് പാടിയെന്നും പറഞ്ഞുകൊണ്ട് തൊപ്പിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരുന്ന സീന് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലൈവിനകത്ത് തൊപ്പി ഉമ്മാരുടെ വീട്ടിലകത്തോട്ട് ഡ്രഗ്സ് ഒഴുക്കുകയാണ് മറ്റേമാരെന്ന് പറഞ്ഞപ്പോഴും, അല്ലെങ്കിൽ അവന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻസും ഉമ്മാര് ഡ്രഗ് സെല്ല് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പോലും ഇതിനകത്ത് അടിച്ച് തൂഫാനാക്കാനെ കൊണ്ട് ആരും ഇങ്ങോട്ട് വന്നില്ല. തൊട്ടിപ്പുറത്ത് ഷമീർ ഉമ്മാരൊക്കെ എന്നിട്ട് ഈ പെണ്ണുപിടിയുടെ ഈ 18 വയസ്സ് പോലും പൂർത്തിയാവാത്ത പെൺകുട്ടികളെ ഉമ്മാര് ഈ പരിപാടികൾ നടത്തി അബോട്ടായി കളയുന്ന ഈ സീൻ കാര്യങ്ങളുണ്ട്. ഇതിനകത്തും പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് എന്തുവാണ് ഇതിനൊക്കെ പറയേണ്ടുന്നത്? ഇവന്മാര് ഇപ്പം ഷമീർ അപ്പുറത്തിരുന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഞാൻ ഇപ്പം നമ്മൾ അത്ര വലിയ നല്ല എന്നൊന്നും പറയുന്നില്ല, പക്ഷേ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവന്മാര് പറയുന്ന കാര്യം, നീയൊക്കെ ചെയ്തേക്കുന്നത് തൊപ്പിയുടെ കൂടെ എന്ന് ഓൾറെഡി തൊപ്പി ഒരു അപരാധം യൂണിവേഴ്സിലൂടെ വന്നേക്കുന്ന ഒരാളാണ്. അതിനെക്കാട്ടി വലിയ അപരാധം നീയൊക്കെ കൂടെ എന്ന് കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് തൊട്ടിപ്പുറത്ത് നിന്നിട്ട് ഓക്കെ നമ്മളും തെറ്റിയതു അവരും തെറ്റിയതു, അവൻ വലിയ തെറ്റി നമ്മൾ ചെറിയ തെറ്റെന്ന് ഈ ഒരു സ്കീം പറയുമ്പോൾ നീയൊക്കെ ചെയ്തേക്കുന്നതിന്റെ ഗ്രാവിറ്റി ഒന്ന് ആലോചിച്ച് നോക്ക്. ഉമ്മാര് പറഞ്ഞ 18 വയസ്സ് പോലും പൂർത്തിയാവാത്ത കുട്ടികളുടെ കേസും പെൺപിള്ളേരുടെ കേസൊക്കെ ഉമ്മാര് പറഞ്ഞിട്ട് വലിയ ഇതടിച്ചങ്ങ് നിൽക്കുകയാണ്. എനിക്ക് ആദ്യം പറയാനുള്ളത് ഉമ്മാരുടെ ഈ ഓഡിയൻസ് ആയിട്ടുള്ള കൊച്ചു കുട്ടികളായിട്ടുള്ള ആൾക്കാർ, എൻ്റെ പൊന്നു മക്കളെ, നീയൊക്കെ ഇത് കണ്ടിട്ട് ഓക്കെ ഇതൊക്കെ മാസാണ് കിടിലാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ വെറുതെയാണ്. ഇവന്മാർ ഈ കാണിച്ചു കൂട്ടുന്ന വിഷയങ്ങളുടെ ഗ്രാവിറ്റി നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമുള്ള സാധനങ്ങളാണ്. PKs ആണ്. ഓക്കെ ഇത് കണ്ടിട്ട് ഓക്കെ തൊപ്പിയെണ്ണം മാസ്, മറ്റേ ഷമീറെണ്ണം മാസ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കാണുമ്പം ഒരു സൈഡിൽ നിന്ന് ഉമ്മാരുടെ സൈഡിൽ നിന്ന് ഇപ്പം തൊപ്പിയുടെ ലൈവ് വരുമ്പോൾ തൊപ്പി സൂപ്പർ കിടിലെന്ന് തോന്നും, ഇപ്പുറത്തെ ഉമ്മാരുടെ സൈഡിൽ നിന്ന് വരുമ്പോൾ ഉമ്മാര് സൂപ്പർ കിടിലെന്ന് കാര്യങ്ങളൊക്കെ തോന്നും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, രണ്ടു കൂട്ടർ ഉടായ്പകളാണ്. ഓക്കെ അതിൻ്റെ ഒപ്പം തന്നെ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറയാൻ വിട്ടുപോയേക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാനത് വീഡിയോക്കകത്ത് പറയണമെന്ന് വിചാരിച്ചിട്ട് മറന്നു പോയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ തൊപ്പി ഈ ഷമീറിന്റെ സർബത്ത് ഷമീർ അയക്കുന്ന ഒരു വീഡിയോ പുറത്തിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവന്മാർ അങ്ങോട്ടും ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, തൊപ്പി ഓൾറെഡി വലിയൊരു ബോംബ് പൊട്ടിച്ചിട്ട്, അത് ഈ സംഭവത്തിന്റെ ബോംബ് പൊട്ടിച്ചിട്ട് ബാക്കി അവന്മാര് പറഞ്ഞേക്കുന്ന സാധനങ്ങളുടെ എല്ലാം വലിയൊരു ക്ലാരിറ്റി എല്ലാത്തിനും കൊടുത്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ്. ഓക്കെ അപ്പം നമ്മുടെ കമന്റ് ബോക്സ് എന്നിട്ട് ഏതോ ഒരുത്തം പറയുന്നുണ്ടായിരുന്നു, തൊപ്പി ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ക്ലാരിറ്റി പറഞ്ഞു, പിന്നെ നിനക്ക് എന്താണെന്നുള്ള രീതിയിൽ ആക്കാം, നല്ല സൂപ്പർ ക്ലാരിറ്റി. ഓക്കെ ആൻഡ് ഒന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനെ ഒരു വീഡിയോ പുറത്തോട്ടെ, ഇപ്പം എന്തും ആയിക്കോട്ടെ, എന്ത് റീസണും ആയിക്കോട്ടെ, ആ ഒരു വീഡിയോ അങ്ങനെ പുറത്തുവിടാൻ പാടില്ല. ഒരാളുടെ പ്രൈവസിയാണ്. ഇപ്പൊ ഇവന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവന്മാര് തുണി കൊടുക്കത്തില്ല, ഒരുത്തനും തുണി കൊടുക്കത്തില്ല, ഇവന്മാര് ജെട്ടിപ്പുറത്ത് മാത്രമേ ഇവന്മാര് നടക്കാറുള്ളൂ ആ വീടിനകത്ത്. എന്നിട്ട് അപ്പൊ ഒരുത്തന് അപ്പുറത്തിരുന്ന് ചെയ്യുന്നു. അപ്പം ഇവന്മാരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രീതിയിലൊക്കെ തന്നെ പെരുമാറുന്നു. അപ്പം എന്തിന്റെ പേരിലായിക്കോട്ടെ അങ്ങനെ ഒരു വീഡിയോ പുറത്തു വിടാൻ പാടില്ല. അത് എന്താ പറയാ, ഡാർക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവല് ഡാർക്കസ്റ്റ് തിങ് ആണ് അവൻ പുറത്തു വിട്ടിട്ടുള്ളത്. ഓക്കെ അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത സംഭവമാണ്, ഒരാളുടെ പ്രൈവസി. പിന്നെ അവന്മാർക്കാവുന്നത് പ്രശ്നമില്ല, കാരണം ഇതുപോലുള്ള അപരാധങ്ങൾ ആ ലൈവിനകത്ത് കാണിച്ചു കൂട്ടിയുള്ള പ്രശ്നമില്ല. പക്ഷേ ഈ സാധനങ്ങളെ നമ്മൾ ഒരിക്കലും എന്റർടൈൻ ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞ വീഡിയോക്കകത്ത് പറയാൻ ഞാൻ മിസ്സായിപ്പോൾ, അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള സാധനത്തിനൊക്കെ എതിരെ ഇവനെയൊക്കെ അറസ്റ്റ് ചെയ്യുകയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു സാധനമൊക്കെ പുറത്തുവിട്ടേൻ്റെ സീരിയസ്ലി, അത് ഒരാളാണെങ്കിലും എന്തിൻ്റെ പേരിലാണെങ്കിലും അങ്ങനെ ഒരു സാധനം പുറത്തുവിടാൻ പാടില്ല. ഇനി കഴിഞ്ഞ ദിവസം ഇവന്മാര് ആദ്യം തന്നെ ഷമീറിന്റെ ലൈവിനകത്ത് ഇതിനകത്ത് ഇവന്മാർ ആദ്യം കാണിച്ചിരിക്കുന്ന തൊപ്പി ഈ കോഴിക്കോട് കുറെ കുട്ടികളൊക്കെ വരുന്നതിന്റെ ഒരു സീന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ പെൺകുട്ടികളെ വരുന്നതിന് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ച കാര്യമാണ്. കോഴിക്കോട് പൂരികൾ ഇറങ്ങിയിട്ടുണ്ട്, ബാക്കി അങ്ങോട്ടേക്ക് നമ്മൾ വെക്കണില്ല. ഓക്കെ ഇങ്ങനൊരു സാധനം പറയുമ്പോഴത്തേക്കിന് നീ തൊപ്പിയുടെ സാധനം എക്സ്പോസ് ചെയ്യാനെന്നും പറഞ്ഞിട്ട് ഷമീർ ഈ സാധനം കാണിക്കുമ്പോൾ ഷമീറെ നിന്റെയൊക്കെ ഈ ഒരു ഗ്യാങ്ങിൽ ഇതൊക്കെ വളരെ സർവ്വസാധാരണമായിട്ടൊരു കാര്യമാണ്. ഓക്കെ അതുകൊണ്ടാണ് വളരെ നോർമലായിട്ടൊന്നും തൊപ്പി ഈ കാര്യം വന്ന് സംസാരിച്ചേക്കുന്നത് അല്ലേ? പിന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവരുടെയൊക്കെ കൂട്ടത്തിൽ എത്ര കൊച്ചു കുട്ടികൾ ഇവൻ്റെയൊക്കെ കൂടെ വന്ന് സെൽഫി എടുക്കാനും ഒക്കെ ഇവന്മാരുടെ കൂട്ടത്തിൽ വന്നിട്ട് എത്രയോ വീഡിയോസ് ഇപ്പം തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ അങ്ങും കാണാൻ പറ്റും. അപ്പം ഈ പറയുന്ന കുട്ടികളെ എല്ലാം ഇവന്മാർ ഈ രീതിയിൽ തന്നെയാണോ ഉപയോഗിച്ചതെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ പാവത്തുങ്ങളെ കളിക്കാൻ കിട്ടുമെന്നാണ് ഇവൻ ചോദിക്കുന്നത്. അവൻ ചോദിച്ചെന്ന് പറയുമ്പം നീയൊക്കെ അങ്ങനെ സംസാരിക്കാനുള്ള ആ ഒരു സ്പേസ് ഉണ്ടാക്കി വെച്ചിട്ടല്ലേ തൊപ്പി അങ്ങനെ ഒരു കാര്യം ചോദിച്ചത്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെയൊക്കെ ഒരു ഫ്രണ്ട് സർക്കിളിലാണെങ്കിൽ ഇതുപോലെ കുറെ അമ്മമാർ വന്നിട്ട് തന്തയില്ലായ്മ ഒന്ന് വിളിച്ച് പറയാതിരിക്കുക. ആ തന്തയില്ലായ്മ വിളിച്ച് പറയുമ്പോഴത്തേക്കും നമ്മൾ രോക്കട സൂപ്പർ, നീ കിടില, നീ മാസ് പൊളിയെന്നും പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ഇരിക്കുകയാണോ കൈസ് ചെയ്യണത്? അപ്പം ഇവന്മാർ ഇപ്പൊ തൊപ്പി ഇങ്ങനെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്മാർ അതിന്റെ അപ്പുറം എന്തോരം പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞ തൊപ്പിയെ ന്യായീകരിക്കുക കാര്യങ്ങളൊന്നും, തൊപ്പി ഏറ്റവും വലിയൊരു അപരാധമാണ്.
അതിന്റെ ഒപ്പം നിൽക്കുന്ന അവരാതാണ് ഇവന്മാർ ഇപ്പുറത്തെ സൈഡിൽ നിന്ന്. അത് കഴിഞ്ഞ് തൊപ്പി മറ്റേ ഞാൻ ബിസിനസ് ഇതിന് പോകുമ്പോൾ മാത്രം 2 എണ്ണം അടിക്കുമ്പോൾ അങ്ങനത്തെ സീന് കാര്യങ്ങളൊക്കെയാണല്ലോ പറഞ്ഞത്. അപ്പൊ ഇവന്മാർ ഇപ്പുറത്തുനിന്ന് അതിന്റെ ഒരു സാധനം ഇട്ടിട്ടുണ്ട്, ഇവന്മാർ അടിച്ചിട്ട് നിൽക്കുന്ന ഒരു സീന് കാര്യങ്ങളൊക്കെ. ഞാൻ അതിന്റെ ഒരു ഫോട്ടോ മാത്രം അങ്ങോട്ട് വെക്കാം, വീഡിയോ ആയിട്ടൊന്നും ഞാൻ അങ്ങോട്ട് വെക്കാൻ നിൽക്കണില്ല. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ അടിച്ച് കെറിഞ്ഞിരിക്കാന്നുള്ള. ഇതിനകത്ത് മമ്മു ഉമ്മാരുടെ കൂട്ടത്തിൽ നിന്ന് അടിച്ചേക്കുന്ന ടീംസാണ്. ഇതിനകത്ത് തൊപ്പി ഇവന്മാരും എല്ലാവരും കൂടെ ചേർന്നുള്ള പരിപാടിയാണ്. എന്നിട്ട് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഫസ്മിനെ ഇതിന്റെ ഇടയ്ക്ക് ഉമ്മാർക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞേക്കുന്ന കാര്യമുണ്ട്, നമുക്ക് അതോടെ കേൾക്കാം. എടാ എല്ലാം പറ, ഞാൻ ഉണ്ടായിരുന്നപ്പോൾ തൊട്ടുള്ള അവന്റെ ഡ്രഗ്സ് സെക്സ്വൽ എല്ലാം A to Z സത്യം പറ. ഫസി വെയിറ്റ് വന്നിട്ട് എന്താ പറയാ, ഞാൻ വരാൻ പറ്റുമെന്ന് നീ കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് ബാക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അവന്റെ മാനിപ്പുലേഷൻ ഫുൾ പുറത്ത് വരണം. ഞാനുള്ളപ്പോൾ തന്നെ പെൺപിള്ളേരുടെ ഒപ്പം പോയത് ഡ്രഗ്സ് ഇതേയോ ഉണമരം. ഇനി ഫസ്മിനെ ഈ ഒരു യൂണിവേഴ്സിനകത്തോട്ട് വന്ന് ഈ ബാക്കി കഥകളോടെ പറഞ്ഞു കഴിഞ്ഞാൽ ദാണ്ട് ഈ അവരത് യൂണിവേഴ്സ് അങ്ങോട്ട് പൂർത്തിയായി. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവന്മാര് ഈ ഷമീർ ദുബായ് കുവൈറ്റിൽ നിന്ന് നാട്ടിൽ വന്ന സമയത്തേക്ക് ഇവന്മാര് തൊപ്പി മുടിയൊക്കെ മുറിച്ച സമയത്തേക്ക് 2 കുട്ടികൾ ഇവരുടെ അടുത്ത് ലക്ഷദ്വീപിലൊക്കെ ഉള്ള കുട്ടികൾ ഇവന്മാരുടെ അടുത്ത് ഫോട്ടോ എടുക്കാൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ആ പിള്ളേരെ ഇവന്മാർ ചെയ്തേക്കുന്ന കാര്യം ഭയങ്കര അഭിമാനത്തോടെ പറയുകയാണ്. ഇതിനകത്ത് ആലോചിക്കണം, ഷമീറും ഇതിനകത്തുണ്ട്. ഓക്കെ, കേൾക്കാം. അങ്ങോട്ടേക്ക് ആടുന്ന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. പമ്പിന്റെ അടുത്ത് പോയി. പമ്പിന്റെ അടുത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഇവൻ ഇൻസ്റ്റാ ഐ ഡി വാങ്ങിയിട്ട് ഈ പറഞ്ഞ പോലെ 2 ദിവസം കൊണ്ട് മെസ്സേജ് അയച്ചു. ഇതാക്കി ഒരു പെണ്ണിനെ ഞാനും കൊടുക്കാം, ഒരു പെണ്ണിനെ ഓനും കൊടുക്കാം. ഞാൻ പുണ്യാണെന്നല്ല ഉള്ള കാര്യം പറയല. ഒരു പെണ്ണിനെ എടാ എന്തോന്നടാ ഇത്, കടയിൽ നിന്ന് പോയി സാധനം വാങ്ങുന്ന പോലെ പറയുന്നത്, ഒരു പെണ്ണിനെ ഞാൻ എടുക്കാം, ഒരു പെണ്ണിനെ നീ എടുത്തോന്ന്. എന്തടാ ഇതൊക്കെ? ഞാൻ എടുക്കാം, ഒരു പെണ്ണിനെ എടുക്കാന്ന് വെച്ചാൽ സെറ്റ് ആക്കാന്നുള്ളത്, പ്രണയിക്കാന്നുള്ള രീതിയിൽ. പക്ഷെ ഇവൻ പ്രണയം നടിച്ചിട്ട് ഈ പറഞ്ഞ പോലെ പരിപാടി ചെയ്യുമ്പോൾ പോകുന്ന ആളാണ്. എടാ പ്രണയം നീ പറയല്ലേ, അതൊക്കെ വേറെ സാധനമാണ് കേട്ടാ. പ്രണയം പോലും പോലെ അങ്ങനെ ആക്കി. ആ ടൈം നമുക്ക് റിലേഷൻ ഉണ്ട് കേട്ടോ. ഞാൻ ഇതാക്കുന്നല്ല, ഞാൻ ന്യായീകരിച്ച് വലിയ ഇതാക്കുന്നതല്ല. അങ്ങനെ ഒരു തെറ്റ് എൻ്റെ ഭാഗത്തും പറ്റിയിട്ടുണ്ട്. പക്ഷേ ഞാൻ സെക്സ്വലി ഞാൻ ഒന്നും ചെയ്തില്ല. അത് ഞാൻ ഓർപ്പ് പറയാം. അങ്ങനെ ഈ പറഞ്ഞ പോലെ 2 ദിവസം കൊണ്ട് വളച്ചു. അവർ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് ഈ പറഞ്ഞ പോലെ അവർ ഇതൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇവൻ ഈ പറഞ്ഞ പോലെ അന്ന് രാത്രി നമ്മളിത് യൂസ് ചെയ്തു. ഞാൻ ഗൾഫിൽ നിന്ന് വന്ന സമയം. അപ്പോൾ എൻ്റെ പെട്ടിയൊക്കെ റൂമിലുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തോ ഫേസ് ക്രീമോ എന്തോ സംഭവം കാണിക്കാൻ വേണ്ടി നമ്മൾ സംസാരിച്ചു കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ ചെറിയ പെണ്ണുണ്ടല്ലോ, ഇവൻ ഇഷ്ടമായ ചെറിയ പെണ്ണ്, 18ാമത്തെ പെണ്ണ്. ആ 18ാമത്തെ പെണ്ണിനാ ഈ പറഞ്ഞ പോലെ ഈ 18ാമത്തെ പെണ്ണ് എൻ്റെ കൂടെ റൂമിൽ ഒന്ന് ഞാൻ കാണിച്ചു കൊടുത്ത് നമ്മളെന്തോ സംസാരിച്ചു. അത് ഇവന് കൊണ്ടു. ഇവൻ്റെ ഈഗോ തട്ടി അത് ഇവന് കൊണ്ടു. ആ കൊണ്ടതിൻ്റെ പേരിൽ കൊണ്ടു ആ പെണ്ണിനെ കുറച്ച് ഇഷ്ടപ്പെടുകയും ചെയ്ത് ഞാൻ ഇവനോട് പറഞ്ഞു അത് ഇതാണ്. പക്ഷേ ഇവന് ആ പെണ്ണിനെ മുകളിലുണ്ട് ഇവൻ ചെയ്ത കാര്യമാണ് ഇപ്പം ഈ പറഞ്ഞ കാര്യം. എന്നിട്ട് ഇവൻ തൊപ്പി കാറിനകത്ത് കൊണ്ടുപോയിട്ട് 1.5 മണിക്കൂറോളം അതിനകത്ത് പരിപാടി കാര്യങ്ങളൊക്കെ ആയിരുന്നുള്ളതാണ് പറയുന്നത്. എടാ പി കേസടാ. എന്നിട്ട് ഇവൻ വലിയ സൂപ്പറാണ് ഷമീർ അതിനെക്കാട്ടില്. ഇവൻ ഇഷ്ടപ്പെട്ടത് ആ ചെറുതിനെ. എന്നിട്ട് പോയിട്ട് പരിപാടി നടത്തിയത് തൊപ്പി എന്നൊക്കെ പറയും. ഇവന്മാർ എന്തുവാടാ ഇത്? മറ്റേ എപ്സ്റ്റീൻ ഫയൽസിനെ കാട്ടി വലിയൊരു അപരാധം ഫയൽസ് ആണല്ലോ MRZ ഫയൽസ് എന്ന് പറയുന്നത്. ഇപ്പോഴും ഇവന്മാർക്ക് ഈ പറയുന്ന സാധനങ്ങളുടെ സീരിയസ്നെസ് ഇവന്മാർക്ക് മനസ്സിലാവണില്ലേ? എടാ ഇവൻ അപ്പുറത്തുനിന്ന് തൊപ്പി ഇവന്മാരെ അപരാധിക്കാനെ കൊണ്ട് ഓരോന്ന് പറയുന്നതും ഇവന്മാരെ അപ്പുറത്തോട്ട് അപരാധിക്കാൻ ഓരോന്ന് പറയുന്നതും, 2 ഇവന്മാര് എന്താ പറയാ അത്രയും സീരിയസ്നെസ് ഉള്ള അത്രയും ഗ്രാവിറ്റി ഉള്ള വിഷയങ്ങളാണ് ഇവന്മാർ പറയുന്നത്. ഓക്കെ, ആൻഡ് ഇനി ഇത് കഴിഞ്ഞിട്ട് ഹനാൻഷയുടെ സീന്, അതെന്താടാ ഇത്? അതിൻ്റെ കൂടെ നമുക്ക് കാണാം. ഈ വ്ളോഗ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുമ്പോൾ ഇതാ കേൾക്കുന്നുണ്ടല്ലോ, ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടല്ലോ ഇതൊന്ന് ചൂടാക്കുന്നുള്ളത്. ബാക്കി ഞാൻ കേൾപ്പിക്കണില്ല. ഇവന്മാര് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഹനാൻ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിനകത്തൂടെ പറയുന്ന തന്തയില്ലായ്മയൊക്കെയാണ് ഇവന്മാർ ഈ പറയുന്നത്. ഓക്കെ, ഓൾറെഡി നിങ്ങൾ ആലോചിക്കണം, തൊപ്പി ഓൾറെഡി മുമ്പ് പണ്ടത്തെ ഇവന്റെ അപരാധം എന്നുള്ള രീതിയിലുള്ള ലൈവ് കാര്യങ്ങളൊക്കെ പൊക്കോണ്ടിരുന്ന ആ സമയങ്ങളിൽ തൊപ്പി ഇതിന്റെ ഈ എക്സ്ട്രീം ലെവൽ സാധനം വീഡിയോക്കകത്ത് തന്നെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ഇതിനകത്ത് ഇവന്മാരില്ലേ ഈ ഷമീറും ടീംസ് കാര്യങ്ങളൊക്കെ, എടാ ഇങ്ങനെ ഒരു സാധനം പറയുമ്പോൾ നീയൊക്കെ കൂട്ടത്തിൽ നിന്നിട്ട് നിങ്ങളും കൂടെ ഈ രീതിയിൽ പറഞ്ഞേക്കുന്ന ഇതുപോലത്തെ അപരാധങ്ങൾ തന്നെയല്ലേ നിങ്ങൾ കാണിച്ചേക്കുന്നത്. ലൈവിനകത്ത് ഓരോ മറ്റേ വീഡിയോ കോൾ ഒമേകളായ സംഭവത്തിലൊക്കെ വരുമ്പോഴത്തേക്കിന് നേരെ അതിനകത്ത് ഇവന്മാർ കാണിച്ചു കൂട്ടിയേക്കുന്ന കുറെ അപരാധങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയേക്കുന്ന ഇവന്മാരാണ് തൊട്ടിപ്പുറത്തിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്ന് ഷമീറെ, നിന്നെയൊക്കെ ഉണ്ടല്ലോ, നീയൊക്കെ വേൾഡ് ക്ലാസ്. ഞാൻ പറഞ്ഞില്ലേ, ഇവൻ പറയുന്നുണ്ട് തൊപ്പീനെ വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്ത ഒരുത്തനാണ്. എടാ കൂട്ടത്തില് നിങ്ങളെ ഒറ്റ ഒരുത്തനെ കയറ്റാൻ കൊള്ളാത്തവന്മാരാണ്. സീരിയസ്ലി ഒരുത്തനെ, ഈ തൊപ്പി ഉൾപ്പെടെ MRC അങ്ങനെയുള്ള ഒരുത്തനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവന്മാരാണ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് തൊപ്പിയുടെ മറ്റേ ഇത് കാണിക്കുന്നുണ്ട് വീട്ടിൽ, ഇത് മറ്റേ പച്ചല കാണിക്കുന്ന പഞ്ചാബ് എടുത്ത് കാണിക്കുന്നുണ്ട്.
അപ്പോൾ പഞ്ചാബിൻ്റെ ഇത് കാണിക്കുമ്പോഴത്തേക്കിന് ഇത് തൊപ്പി മദ്യപിക്കുന്നില്ല ഇതൊക്കെ പറയുമ്പോഴും തൊപ്പിയുടെ ഒരു കുപ്പിയൊക്കെ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ട് ഉമ്മമാര് തൊപ്പിയുടെ ആണെന്ന് പറഞ്ഞ് വെച്ചിട്ട് ഇത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇത് തൊപ്പി ദുബായിൽ എന്തോ പോയ സമയത്താണെന്ന് പറഞ്ഞാൽ ഇമാര് കാണിക്കുന്നത്. വേണമെങ്കിൽ തൊപ്പി വരുമ്പോൾ അത് പറയാം ഇവന്മാര് എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തെളിവ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഫാബ്രിക്കേറ്റ് ചെയ്താണെന്ന് വേണം തൊപ്പിയുടെ സൈഡിൽ നിന്ന് പറയാം. അപ്പം ഇത് പറയുമ്പോൾ ഇവന്മാർ ഈ എവിഡൻസ് എടുത്ത് വെക്കുമ്പോൾ വേണം മമ്മു ഷമീർ ഇവന്മാരൊക്കെ ആണെങ്കിൽ ഡീസന്റ് ടീംസ് ആണല്ലോ. ഇവന്മാർ തന്നെ പറയുന്നുണ്ട് ഈ കൂട്ടത്തിൽ ഇത് ഉപയോഗിക്കാത്ത റാംബോയുടെ പേരും ജാസിയുടെ പേരും പറയുന്നുണ്ട്. ഓക്കെ, ഈ റാംബോ മുമ്പ് പറയുന്നുണ്ട് ഞാൻ അടിച്ചിട്ടൊക്കെ ആണെന്ന് ലൈവിനകത്ത് ഇരുന്നുള്ള കാര്യങ്ങൾക്ക് മുമ്പ് റാംബോ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഈ കല്ലിൻ്റെ കാര്യമായിരിക്കും ഇവന്മാർ ഈ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇനി ഇത് കഴിഞ്ഞിട്ട് ജാസി പറയുന്ന കാര്യം കേൾക്കാം. നമ്മൾ ഈ അവിടുത്തെ ഡയറക്ടർ അല്ലേ പ്രൊഡ്യൂസർ, ഒരു ഡോക്ടറാണ്, ഹാഷ് ഡോക്ടർ. മൂപ്പര് നല്ല മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ ആ ഡോക്ടറായിട്ട് അവസാനം നമ്മൾ പേയ്മെന്റിന്റെ കാര്യം സംസാരിക്കുന്ന ഒരു വോയിസാണ്. ഇതൊക്കെ എടുത്തു വെച്ചുകൊണ്ട് എന്തോ ഭാഗ്യം. ഇല്ലെങ്കിൽ ഇവൻ പറയുന്ന പോലെ തന്നെ അവിടെ പ്രശ്നമാക്കി എന്ന് പറഞ്ഞാൽ മുനു അവിടെ ഉള്ളതുകൊണ്ട് മുനു നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. അവൻ പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം കേൾക്കേണ്ടി വന്നു. കേൾക്കുന്നുണ്ട്, ക്ലിയർ ആണ്. ഞാൻ എത്ര മാന്യമായിട്ട് അവിടെ സംസാരിക്കുന്നത് ഇതെന്താണെന്നറിയോ? നമ്മളെ പേയ്മെന്റിന്റെ കാര്യം നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഹാരിസ് ഡോക്ടർ എന്ന് പറഞ്ഞ ആരോട് സംസാരിക്കുന്ന ആൾ വളരെ മാന്യനായ ആളാണ്. ഇതിന്റെ ഇടയിൽ കളിച്ച കളിയാണ് അവസാനം പറഞ്ഞത്. ഇതാ നിങ്ങൾ കേക്ക്, ഏകദേശം ഒരു 8 മിനിറ്റിന് മുകളിൽ ഉണ്ടോ, ഒന്ന് കേക്ക്. ആ 8 മിനിറ്റ് ഒന്നും വെക്കാൻ വയ്യ. ഇതിനകത്ത് ഡീസെന്റ് ആയിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പം മുനേർ കഴിഞ്ഞ ആ ലൈവിനകത്ത് എന്ന് പറഞ്ഞ എന്താണ് ഇവന്മാര് കുത്തിന് പിടിച്ച് വാങ്ങിച്ചു അത്രയും കലിപ്പ് സീനാണെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളായിരുന്നേ. എടി ഇപ്പൊ ഇവന്മാര് പറയുന്നത് ആര് പറയുന്നതാണ് നമ്പേണ്ടത്? ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞല്ലേ ഒരുത്തനെ വിശ്വസിക്കാൻ കൊള്ളൂല. നീ ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇനി ഒരു 6 മാസത്തെ 1 വർഷത്തെ ഡ്യൂറേഷനിലെ ടെസ്റ്റ് ഓപ്പറേഷൻ തൂഫാൻ ഞാൻ വെല്ലുവിളിക്കും. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ടീമിനോട് മുടി വേണോ ഉമിനീര് വേണോ എന്താ വേണ്ട കൊണ്ടുപോയി. കാരണം എന്താണ് എത്ര ഇതിൽ പറയുന്നത്? എടാ യൂസ് ചെയ്തില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. നീ ആദ്യം ഇതേപോലെ ടെസ്റ്റ് ചെയ്തോട്ടെ. എടാ നീ എന്തിനാണ് വെറുതെ കള്ളത്തിൽ ആൾക്കാർ മുന്നിൽ പറയുന്നത്? എടാ ഒറ്റ കാര്യം പറയാനുള്ളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതുവരെ ബന്ധപ്പെട്ട് എന്ത് പ്രൂഫ് ഉണ്ടെങ്കിലും ഓനേക്ക് ഇതാ എനിക്കായി എന്റെ വീട്ടിൽ നിന്റെ ഉമ്മ വിളിച്ച് 3 മണിക്ക് അറിയാണ്. ആരെങ്കിലും പൈസ വീണ്ടും ആധാരം ഞാൻ പണം വെച്ചിട്ടാണെങ്കിലും വേണ്ടില്ല. ഒരു എത്ര പൈസ വേണ്ട ഞാൻ പൈസ തരും. 5 പൈസ കൈമില്ല. പക്ഷെ പറയുന്നത് കാരണം അറിയാം നമ്മൾ മാത്രം അത് എന്തെങ്കിലും ഞാൻ ഇത്ര റോങ് ആയിട്ട് എനിക്കറിയാം. കുറച്ച് സാധാരണത്തോട് കൂടി പറഞ്ഞാൽ മാത്രമേ ആൾക്കാർ കണ്ണിൽ ഇതാക്കാൻ പറ്റും. ഞാൻ നീ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ജാസ് ഇന്നേവരെ ഇതുപോലെ സംസാരിച്ചില്ല. നീ വളാഞ്ചേരി റാംബോനെ കൊണ്ട് കഴുത്തിന് ഇവിടെ മുറിയായിട്ട് നീ എന്താണ് പറഞ്ഞത്? കാണിച്ചാൽ നീ എന്നെ പറ്റി എന്താ വിചാരിച്ച? കേരളത്തിൽ ഞാൻ പറഞ്ഞ ആൾക്കാർ ഏറ്റവും എന്റെ എവിഡൻസ് പ്രൂഫ് ഉണ്ടെന്ന്. എടാ ധൈര്യം ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞാൽ അവരെ മുമ്പേ നിനക്ക് നിന്റെ ബ്ലഡ് മൂത്രം ഈ മുടിനാരൊക്കെ കൊടുക്കാൻ പറ്റുമോ? രമേശ് ചെന്നിത്തല സാറേ ഞാൻ പറയുന്നു ബാംഗ്ലൂരിൽ ടാറ്റൂവിന്റെ പ്രൊമോഷൻ പോയ സമയത്ത് ഈ ഡാഷ് മുൻ അവിടുന്ന് ഒരു സാധനം ഒരു കൊമള ആസിഡ് വെച്ചിരുന്ന ആ കൊമള വെച്ചിട്ട് അടിയിൽ ലാമ്പ് കത്തിച്ച് ഇങ്ങനെ ആക്കി ആ കൊമളയെ കൂടി ഇങ്ങനെ വലിക്കുന്നത് ഞാൻ കണ്ടതാ. അന്നേരം ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നീ ഒക്കെ മെഴുകുന്നുണ്ടാവും. ഈ ടെസ്റ്റിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും 2 കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കുക 2 പോയി ടെസ്റ്റ് ചെയ്യടാ ലൈവായിട്ട് 2 കൂടെ 2 കൂട്ടരും ടെസ്റ്റ് ചെയ്തിട്ട് കാണിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ട് വായ്ത്താളം അടിച്ചിട്ടായിരുന്നു ടെസ്റ്റ് ചെയ്ത് കാണിക്കുക. 3 മണിക്ക് വിളിച്ച് കാര്യം ഞാൻ അനിയത്തിയോ ഓൾ കോളേജിൽ പോകാനാവില്ല. എത്ര ഞാൻ ഇന്ന് വരെ ഒരു സാധനം യൂസ് ചെയ്തില്ല. എന്നെ പറ്റിയിട്ടോ പറഞ്ഞത് ഞാൻ കാര്യങ്ങൾ ഇതിന് വേണ്ടി പറയുന്നത്. എന്റെ ഉമ്മ സത്യം ഞാൻ അങ്ങനെയല്ല. കഴിഞ്ഞിട്ട് മനസ്സിലാക്കി പറയുന്നില്ല. നമുക്ക് വേറെ വഴിയില്ല. കാരണം വെച്ചാൽ നമ്മുടെ പൈസ കാര്യങ്ങളൊന്നുമില്ല. ഐഫോൺ ആകെ കണ്ടിട്ടില്ല. ഇത് ഞാൻ ഇതിന് വേണ്ടിയിട്ടടക്കാണ് ഞാൻ ഡയറക്ടർ എടുത്ത് പോയിട്ട് പറഞ്ഞു സാറേ എന്തെങ്കിലും ഇതിന് കിട്ടിയിട്ടെങ്കിലും വലിയ ഉപകാരമായി പോകുക പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞത്. ഷോ അവന്റെ ഉമ്മയ്ക്കും പെങ്ങൾക്കും ഒക്കെ അത്രയും വലിയ പ്രശ്നമായിട്ടുണ്ട്, അത്രയും സീനാണെന്നൊക്കെയാണ് പറയുന്നത്. എന്റെ പൊന്നിടാവേ ഇവന്മാര് തൊപ്പിയുടെ ലൈവിനകത്ത് വന്നിട്ട് ഇമാതിരി അപരാധങ്ങളും അവരാധിച്ച് കാണിച്ചേക്കുന്ന പരിപാടികളൊന്നും അന്ന് ഇതൊന്നും കുഴപ്പമില്ലായിരുന്നോ? അന്ന് കുഴപ്പമില്ലാത്തത് ഇന്ന് പെട്ടെന്ന് കുഴപ്പമായോ? എന്റെ പൊന്നിടാവേ 300 രൂപയാണ് അതിന്റെ പൈസ ഇത് കിട്ടിയത്. ഇവർക്ക് 800 രൂപ കിട്ടിയത്. 1000 രൂപയാണ് ഇത് കിട്ടിയത്. എന്താ തെറ്റ്? ഞാൻ അത്രയും 5-6 മാസം നിന്നിട്ട് എന്താണ് പറഞ്ഞത്? ജാസിക്ക് പ്രൊമോഷൻ ഞാൻ സത്യം പറയാം. ഞാൻ ആകെ ചെയ്ത തെറ്റെന്താ അറിയാം? ഞാൻ പറയാനുള്ളത് എന്റെ ഫീലിംഗ്സ് മനസ്സിലാക്കി നിങ്ങൾ കാരണം അറിയാം. 5-6 മാസം ഞാൻ നിങ്ങൾക്ക് ചിരിക്കണം. 5-6 മാസം ഞാൻ നിന്നിട്ടില്ല. 5-6 മാസം ഞാൻ എനിക്ക് ഒരു സ്ഥലം ഞാൻ ഇവന്റെ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന സമയത്ത് 5-6 മാസം കൃത്യമായിട്ട് എപ്പോഴും അധികം ലൈവ് ഉണ്ടായി. ആ ലൈവ് കഴിഞ്ഞ് ഉറങ്ങുന്ന സമയം രാവിലെ നമ്മൾ ഉറങ്ങുമ്പോൾ 3-4 മണിയാവും. ആ ഉറങ്ങിയിട്ട് എണീക്കുമ്പോൾ രാവിലെ 10 മണി 11 മണിക്ക് ഫുഡ് ഉണ്ടാക്കണം. ഫുഡ് ഉണ്ടാക്കിയിട്ട് വൈകുന്നേരത്തേക്ക് ഫുഡ് അല്ലെങ്കിൽ രാത്രി ഫുഡ്. ഇതുപോലെ പല സമയത്ത് എനിക്ക് ഒരു മാസം പരിപാടി കാര്യങ്ങളൊന്നുമില്ല. എടാ എന്തിനാണ് പക്ഷേ ഞാൻ 2-3 പ്രൊമോഷൻ സത്യം ചെയ്തില്ല. ഇന്ന് എനിക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്. അത് നേരത്തെ ചെറിയ ഒരു വോയിസ് കേട്ടല്ലോ പോയി അലക്കണം അതാക്കണം എനിക്ക് ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. ഇതുപോലെ പല സമയത്ത് എനിക്ക് ഒരു മാസം ഇവൻ ബാൻ തരും. എന്തെങ്കിലും പണി ചെയ്തില്ലെങ്കിൽ സ്പിൻ വീലിന്റെ ബാഗ് ശരി പച്ചക്കള്ള എന്തിനാ പറഞ്ഞാൽ സ്പിൻ വീൽ ശരിയാക്കാൻ ഞാനാണ്. എടാ ഞാനാണ് സ്പിൻ വീൽ ശരിയാക്കി. എന്തിനാണ് കള്ളത്തരം പറഞ്ഞ് ഉൾപ്പില്ലാത്തത്? എവിടെ കളക്കണം എവിടെ നിൽക്കണം നീ പറഞ്ഞിട്ട് ഞാൻ സെറ്റ് ചെയ്തിടാ. ഈ ഷമീർ ഷട്ടിട്ട് തുള്ളാൻ ഞാനാണ് സെറ്റ് ചെയ്തത്. എടാ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. എന്താ വെച്ചാൽ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ഇവന്റെ സ്ക്രിപ്റ്റും എടാ എത്രത്തോളം എനിക്ക് ചാക്കിട്ട് വാരി എനിക്ക് ഇതാക്കാൻ പറ്റണം. നീ എത്ര പൈസ ആണെങ്കിലും ആക്കിക്കോ. എത്ര പൈസ ആണെങ്കിലും നീ നോക്കണം. നിന്റെ വൺ ഡേ എന്ന് പറയുന്ന ആ സാധനം നിന്റെ വൺ ഡേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് എയ്റ്റ് തന്നാലും എന്ത് തന്നാലും നിന്റെ വൺ ഡേ എന്നുള്ള ഏതെങ്കിലും ഒരു ദിവസം നിന്റെ മുഖം മൊത്തത്തിൽ വീടാ. നീ വൈറ്റുണ്ടായി കൊടുത്ത ആൾക്കാർക്ക് അവർക്ക് എത്ര പൈസ കൊടുത്ത് നീ സെറ്റിൽ ചെയ്ത് പുറത്ത് വരണം. ഞങ്ങൾക്ക് ബാൽക്കണിക്കുമ്പോൾ കേട്ടത് 50,000 ടോൾ ചോദിച്ചിട്ട് റാമ്പോ ഡീൽ ചെയ്തത് നീ ഒരിക്കലും പത്താൻ പറ്റില്ല. 50,000 പൈസ കൊടുത്തത് അത് കേൾക്കുന്ന ഇവന് വൈറ്റുണ്ടായി കൊടുത്ത എല്ലാ ആൾക്കാരും ദൈവം ചെയ്തിട്ട് ഓൻ്റെ എന്തായാലും പൈസ കിട്ടിയല്ലോ. ഓൻ്റെ പൈസ കിട്ടിയല്ലോ. ഈ വാങ്ങുന്നത് നമ്മളെന്താ ഓൻ ചെയ്ത കാര്യങ്ങൾ അതിന്റെ പ്രൂഫും ഓൻ അബോഷൻ ചെയ്ത എല്ലാ കാര്യങ്ങളും വന്നിട്ട് ദൈവം ചെയ്തിട്ട് പറയുന്നത് നിങ്ങൾക്ക് പൈസ ഞാൻ എന്റെ വീടിന്റെ ആധാരം പറ്റി ഞാൻ എനിക്ക് വേണേ തരും. കാരണം എനിക്ക് നാളെ ഇറങ്ങി നടക്കണം. അതുകൊണ്ട് ദൈവം ചെയ്താ ഓടിയുള്ള പ്രൂഫുകളും കാര്യങ്ങളൊക്കെ വെച്ച് പറയുന്നുണ്ട്. എടാ ദൈവം ചെയ്തിട്ട് ബ്ലൈൻഡ് ആയിട്ട് ഒരാൾ വിശ്വസിക്കണം. 6 മാസം ഒരു ഉറപ്പിക്ക് തന്നില്ല. ഒന്ന് പറഞ്ഞാൽ ജാസിക്ക് പ്രൊമോഷൻ എത്ര പ്രൊമോഷൻ ചെയ്യുന്നതിന്റെ പേജ് കയറി ഒക്കെ കാണാൻ പറ്റുമല്ലോ. അത്രയും പ്രൊമോഷൻ ചെയ്തിട്ടുള്ളൂ.
അതിന് ഓരോ മാസത്തെ പൈസ ഒരു അരിക്കണം വെച്ച് നോക്കിയാൽ ഒരു മാസം 10,000 രൂപയോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമായിരിക്കും. ബാക്കി അവിടെ പോയിട്ട് ഷോപ്പ് പോയി കഴിഞ്ഞാൽ നീ പ്രൊമോഷൻ ചെയ്താൽ വേറെ ചെറിയ പൈസ പരിപാടി കാര്യങ്ങളും കിട്ടും. എന്നിട്ട് എന്താണ് നിന്നെ ഭീഷണി നിന്നെ നേരെ നോക്കി സംസാരിക്കാൻ പോലും ധൈര്യപ്പെടാത്ത ആൾക്കാരാണ് നമ്മൾ. ഈ പറഞ്ഞ എല്ലാ കാര്യം ഈ ഷമീർ കള്ളു കൊടുത്തിട്ട് നീ അവിടെ എന്തെങ്കിലും ഡാൻസ് കളിപ്പിച്ച് നാളെ എന്തായാലും നീ ഒരു വീഡിയോ ഏത് വീഡിയോ ആയിരിക്കും എന്റെ മനപ്പോൾ എനിക്ക് മനസ്സ് തോന്നി ഷമീർ നീ കള്ളു കൊടുത്തിട്ട് പറഞ്ഞത് എടാ ഡാൻസ് കളിക്കണം എന്നിട്ട് അത് കണ്ടിട്ട് നീ ഇങ്ങനെ ആക്കിയ കാര്യം നീ സ്റ്റെപ്പ് കയറി പോകുന്ന സമയത്ത് അതിനൊക്കെ വീഡിയോ ഉണ്ടാവും. അതൊക്കെ നീ നാളെ എല്ലാം എനിക്കറിയാടാ. പക്ഷേ നിനക്ക് തെറ്റിപ്പോയ കാര്യം എൻ്റെ ഇടാ നീ അതെ എടാ ഇവൻ്റെയൊക്കെ കരച്ചിൽ കേൾക്കാൻ എന്താ രസം. ആൻഡ് ഇതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യം കേട്ടില്ലേ, അതായത് ഇവന്മാര് അബോട്ടാക്കി കളഞ്ഞേക്കുന്ന പെൺകുട്ടികളെല്ലാവരും കൂടെ വന്ന് സംസാരിക്കുന്ന പറയുമ്പോൾ എത്ര പേരെയാണ് ഇവരിപ്പോൾ ഈ ചെയ്തേക്കുന്നത്. ഇനി അപ്പുറത്തുനിന്ന് തൊപ്പി വന്ന് പറയും അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ തൊപ്പിയുടെ ഒരു വേർഷൻ എന്തായാലും തൊപ്പിയുടെ സൈഡിൽ നിന്നുണ്ടായിരിക്കും. തൊപ്പി എന്നിട്ട് ഇവന്മാരും ഇത്തരത്തിൽ ചെയ്തു എന്നുള്ള കാര്യം പറയും. ഇതെന്താണെങ്കിൽ ആ വീട്ടിൽ ഇതുപോലെ പെണ്ണുപിടി കാര്യങ്ങൾ പറയുമ്പോൾ തൊപ്പി ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യമല്ലല്ലോ ഇത്. അല്ലല്ലോ, ഇവന്മാരും കൂടെ ഉണ്ടായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. ഷമീർ അത് തന്നെയാണോ നേരത്തെ പറഞ്ഞത്, ഒന്നിനെ നീ എടുത്തോ മറ്റേനെ ഞാൻ എടുത്തോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട്. അപ്പം ഇവന്മാര് വലിയ പുണ്യാത്മാക്കളാവല്ലേ. ഓനും ഓന്റെ ഗേൾഫ്രണ്ട് അടിയുണ്ടാക്കിയിട്ട് അടിച്ച് പൊളിച്ച് പോയിട്ട് എന്നോട് പറയാം ജാസി ഞാൻ ചെന്ത് ഇവിടെ മൊത്തം വൃത്തിയാക്കണം. ഞാൻ പുറത്തേക്ക് വരുമ്പോൾ വൃത്തിയാക്കും. ഇവന്റെ ഗേൾഫ്രണ്ട് കൂടെ കണ്ടിട്ട് അടി ഉണ്ടാക്കിയതാ. എന്റെ വീട്ടിലെ സാധനം മൊത്തം പൊട്ടിച്ചു എല്ലാം എന്റെ റൂമ് അടിച്ച് പൊളിച്ച് നാശാക്കി ഇത് എന്താ പറയാ മൊത്തം വൃത്തിയാക്കി വെക്ക്. പിന്നെ ഇതേതാ ബാസ്കറ്റ് കൊട്ടയിലാണ് പോലും നീ ഷഡ്ഡി കൊണ്ടിട്ട് വാഷിംഗ് മെഷീൻ ഇടുന്നത്. നിന്റെ ഷഡ്ഡി എത്ര കൈ കൊണ്ട് എടുത്തിട്ടുണ്ട് അതിന്റെ ഉൾപ്പെടെ അത് ഡയറക്റ്റ് പറയാൻ നിനക്ക് എന്താണ് മടി. ഇന്നേവരെ ഞാൻ എന്റെ മൊത്തത്തിൽ പറഞ്ഞു എന്താ എന്റെ കണ്ണിൽ നോക്കാൻ തരപ്പെടില്ല. നിന്റെ കണ്ണിൽ തന്നെയാണ് നോക്കുന്നത്. എന്ന് നീ കാണുന്നുണ്ടോ അന്ന് ഞാൻ കണ്ണിൽ നോക്കുന്നത് എന്താണ് നീ മറ്റേതാ നീ വെച്ചാ കാണട്ടല്ല ഇതാ മമ്മു ഞാനും നമുക്കാണ് എന്റെ ഡ്യൂട്ടി ഉണ്ടാവുക. മമ്മു ഞാനും അപ്പോൾ ഇവന്മാര് ഈ ഷഡ്ഡി കേസ് അപ്പം ഉള്ളതാണെന്നുള്ളതാണ് ഇതിനകത്ത് ഇവന്മാർ പറയുന്നത്. അങ്ങനെയൊക്കെ നീയൊക്കെ ഷഡ്ഡി കഴിയുന്നുണ്ടെങ്കിൽ അണ്ണാക്കി വിരലിട്ടോണ്ടിരി, അത്ര എനിക്ക് പറയാനുള്ളൂ. അവിടെ സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. ഇത്രയും നാൾ നീയൊക്കെ അവിടെ കിടന്നിട്ട് കൂട്ടത്തിൽ നിന്നിട്ട് നീയൊക്കെ എല്ലാം കൂടെ ഒരുമിച്ചല്ലേ ഈ മാതിരി തന്തയിലേമ അവരെ എല്ലാം മൊത്തം കാണിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോ വരെ ഓക്കെ ഫൺ സൈഡ് എന്നുള്ള രീതിയിൽ നമ്മൾ പോയി. പക്ഷെ ഇതിനകത്ത് അങ്ങനെ പോകാൻ പറ്റണില്ലടാ. കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും, ഇവന്മാരുടെയൊക്കെ കൂട്ടത്തിൽ വന്നേക്കുന്ന എല്ലാ പെമ്പിള്ളാരെയും ഇവന്മാർ ഈ രീതിയിലാണ് കണ്ടേക്കുന്നത്. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനിയിപ്പോൾ ഇവന്മാര് എല്ലാം പൈസ കൊടുത്ത് ഒതുക്കി എന്നൊക്കെ പറയുന്നുണ്ട്. എടാ 18 വയസ്സ് പോലും പൂർത്തിയായെന്ന് പറയുമ്പോൾ ഇവന്മാരൊക്കെ എന്തൊക്കെ പരിപാടികളാണ് കാണിച്ചേക്കുന്നത് ഇവന്മാര്. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള സാധനം കാണാം. അച്ചായന് പൈസ കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് ഇവൻ വിശ്വസിക്കാൻ പറ്റില്ല. എന്താ പറയാ ആ ചായ കിടക്കുന്ന തലക്ക് ഞാൻ പൈസ കൊടുക്കുന്നത് ഉമ്മ സത്യം ഞാൻ കാട്ടാണ് അച്ചായ പൊന്നച്ചായ നിങ്ങൾ പോയത് നന്നായി. അത് നമ്മളിമാരുടെ ഫസ്റ്റ് വീഡിയോ എന്നപ്പോഴേ നമുക്ക് തോന്നിയിരുന്നു ആ സാധനം ഒന്ന് ഇങ്ങനെ പൈസ കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നുള്ളത്. കാരണം ഞാൻ കണ്ടതാണ്. അതായത് നിയാദിന്റെ കൂടെ ഇത്രയും നിന്നിട്ടുള്ള ഞാൻ ഇവൻ ഡെയിലി ഓരോരോ പൊമ്പിളറാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. കാരണം ഞാൻ കാണുന്നതും പിന്നെ എന്നോട് പറയും എടാ ഇങ്ങനെ വീടെല്ലാം വൃത്തിയായി ഇതാക്കണം. കാരണം പെണ്ണ് വരുന്നതാണ്. പിന്നെ നീ അധികം പുറത്തൊന്നും ഇറങ്ങണ്ട കേട്ടാ, നീ ഉള്ളിൽ തന്നെ ഇരിക്കണം. പിന്നെ ഈ ഓളെ ഇന്നെ കണ്ട ഭയങ്കര ഇതാവും. എല്ലാത്തിനും ഇപ്പോൾ ക്യൂൻസേനി സെറ്റ് ആക്കിയിട്ടാണ് ഇങ്ങനെയല്ല പറയുന്നത്. ഞാൻ ക്യൂൻസേ പോയിട്ട് സെറ്റ് ആക്കില്ല. ഞാൻ കൊച്ചിയിൽ ഇങ്ങനെല്ലാം പറയുമ്പോൾ മൊത്തം ഇങ്ങനത്തെ കാര്യങ്ങൾ. അതായത് കളമശ്ശേരി എന്നുള്ള വീട്ടിൽ നിന്നല്ല, മൊത്തം പൊമ്പിളറും കഞ്ചാവും കള്ളും MDMA എടാ. ആ ബാംഗ്ലൂരിന് ശേഷമാണ് ഇവൻ കേസിൽ കൊടുക്കുന്നത്. ആ ബാംഗ്ലൂരിന് ശേഷമാണ് ഞാൻ കേസിൽ കൊടുത്തത്. പ്രൂഫ് മുത്തേ ഇതിന് പ്രൂഫില്ല. ഞാൻ ഉള്ള ഓർമ്മ ഇതിന് പ്രൂഫില്ല. എന്നാ പിന്നെ നീയൊക്കെ എന്തുകൊണ്ട് അന്ന് ഇതൊന്നും വന്ന് സംസാരിച്ചില്ല? കാരണം ഇതൊക്കെ നീയും കൂടെ ചേർന്നിട്ടായിരുന്നു അന്ന് നീ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? ഇപ്പൊ ഇത് വിട്ട് മാറിയപ്പോഴാണ് നിനക്ക് ഇതൊക്കെ പറയുന്നത്. ഒന്ന് ആലോചിക്കുക, ഇവന്മാരെല്ലാം ഗ്യാങ് ആയിട്ട് കൂട്ടത്തിൽ ഫ്രണ്ട് സർക്കിളായിട്ടൊക്കെ ആ സമയത്ത് നിന്ന് ഉള്ള തന്തയില്ലായ്മ മൊത്തം കാണിച്ചു കൂട്ടിയിട്ട് രണ്ടും കൂടെ പിരിഞ്ഞപ്പോഴത്തേക്കിന് ഇപ്പോഴാണ് പറയുന്നത് അന്ന് അവൻ അത് ചെയ്തു എന്ന്. നീ അപ്പുറത്തും തൊപ്പി പറയും ഇവൻ മറ്റേത് ചെയ്തു എന്ന്. പ്രൂഫ് ഇതാ നാളെ വരും. എല്ലാ പൊമ്പിളറും നാളെ വേണേ മെസ്സേജ് അയക്കും. കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മതി. അപ്പൊ ഞാൻ പറഞ്ഞൊക്കെ ചെയ്യിപ്പിച്ചത് ഇവനൊക്കെ കള്ളു കേസ്. ഇവൻ കള്ളു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഏതൊരു പെണ്ണ് ഇവൻ അടുത്ത ദിവസം ഏതൊരു പെണ്ണ് ഇവനെ ഇങ്ങനെ എല്ലാം മൊത്തം ചെയ്തിട്ട് എന്നെ വിളിക്കുക ആ റൂമിലേക്ക് എന്നെ വിളിച്ച്. അതായത് ഇവര് ഇത് ചെയ്തുകൊണ്ടിരിക്കല ചെയ്ത് നിൽക്കുമ്പോൾ മമ്മൂന്ന് വിളിച്ച് എടാ ഇനി വാടാന്ന് പറഞ്ഞു. എന്നോട് അറിയാം അടിച്ചങ്ങ് കിണ്ടിയായിട്ടുള്ളത്. നീ അത് പറഞ്ഞാൽ അടിച്ചാൽ പിന്നെ അങ്ങ് സുൽത്താനാന്ന് അവന്. എന്നോട് ഇവൻ പറയാം നീ അത് പറയാം എടാ മമ്മു എനിക്ക് ഇവളത്ര സുഖം കിട്ടുന്നില്ല. ആ പെണ്ണിന്റെ മുമ്പ്. അതായത് ആ പെണ്ണിന്റെ മുമ്പ് എന്നോട് ഇവൻ പറയാം എനിക്ക് ഇത്ര സുഖം കിട്ടുന്നില്ല. അപ്പൊ ഇവളെന്താ വിചാരിക്കാം പോട്ടെ അതുകൊട്ട് നീ ഒന്ന് ഇതാക്കി താ. എന്താ അതിനൊരു ബീജ ബ്ലോജോ ഒന്ന് നീ ബ്ലോജ് ആക്കി തരാൻ എന്നോട് ചോദിക്കുന്നു. അത്രയും കുണ്ണയില്ലായ്മയാണ് ഈ കുണ്ണ ചെയ്തത്. അപ്പൊ ആരാ കുണ്ടൻ? അപ്പൊ അതിൽ നിന്ന് ആരാ കുണ്ടൻ? നമ്മളാണോ അത് ഓനാണോ? എടാ ബൈസെക്ഷൻ എന്താ ബൈസെക്ഷനാ? എടാ തൊപ്പി ഇതിന്റെ അടുത്ത് അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല. എടാ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളുണ്ടല്ലോ മുത്ത, ഞാൻ പറഞ്ഞ ഈ കാര്യം ഇത് ഓൾറെഡി എല്ലാവർക്കും അറിയാം. അതായത് ഒരു ഇന്റർവ്യൂവിൽ ആരാണ് പറഞ്ഞത്? ഫസീന്റെ ബോയ് ഫ്രണ്ട് പറഞ്ഞ കാര്യം. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം അതായത് പെണ്ണിന് മുമ്പിൽ വെച്ചിട്ട് മമ്മൂന വാലിടിപ്പിച്ചു എന്നുള്ള ഒരു സാധനം അത് പുറലോകം അറിഞ്ഞ കാര്യമാണ്. അതായത് ഫസിക്ക് അറിയാം, എല്ലാവർക്കും അറിയാം.
ഫസീന്റെ ബോയ് ഫ്രണ്ട് ഇതേപോലത്തെ ഏതൊരു ഇന്റർവ്യൂ എക്സൽ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ട് അല്ലേ ഇപ്പോഴത്തെ അല്ല നീ അതിന് ശേഷമുള്ള ഏത് ബോയ് ഫ്രണ്ട് ഓള് വന്നിട്ട് ഓൻ വന്നിട്ട് ഏത് ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം ഇത് മൈരന്മാരുടെ ഒരു കാര്യം പറയാണ്ടിരിക്കുക എങ്ങനെയാ ബാക്കി കേൾക്കാം. ഞാൻ നടത്ത സംഭവിക്കും. അപ്പോൾ ബാംഗ്ലൂർ വിഷയം എന്ന് വെച്ചാൽ ആ പെണ്ണിനെ കയറി പിടിച്ചെന്നല്ല പറയുന്നത് ഒറ്റ റൂമിൽ ഇട്ടിട്ട് ഗൈസ് ഇവൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്. കാരണം ഇത്ര ഓൻ ഇങ്ങനെ പറയുന്നത് എനിക്കൊരു പെണ്ണോട് സംസാരിക്കണം നീ അത് അപ്പത്തെ ഒരു പെണ്ണാ നീ ഓളോട് വേണ്ടി സംസാരിക്കും ഗൈസ് ഞാൻ സംസാരിക്കാൻ പോയത് ശരിയില്ല ഞാൻ കൈക്ക് പിടിച്ചതും ഓക്കെ ഓൾ റൂമിലുണ്ടായത് ശരി വേറെ പറഞ്ഞു. അപ്പം ബാക്കി നന്ദന്റെ കാര്യം ഞാൻ നേരം പറയാം. അത് ഇതാക്കും മനസ്സിലാവും. ഓല കാര്യം പറയട്ടെ. ഫോൺ കഴിഞ്ഞാൽ ഇപ്പന്മാരൊപ്പം ഉള്ള ഇനിയും പെമ്പിള്ളാര് ഇമ്മരുടെ കൂടെ ആരൊക്കെ നിന്നിട്ടുണ്ടോ സെൽഫി ഒക്കെ എടുത്തിട്ടുണ്ടോ ഇതിനെയൊക്കെ ഇനി ആൾക്കാർ അത് കാണുമ്പോഴത്തേക്കിന് ഇനി ആ പെൺകുട്ടികളെയൊക്കെ ആൾക്കാർ ഏത് രീതിയിലായിരിക്കും കാണുന്നുണ്ടാവുക. ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല. ഞാനിത് വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഞാൻ മറ്റൊരു വീഡിയോ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ഒരാളുടെ അപ്പോൾ ഉള്ളൊരു വീഡിയോ ഞാനിങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കുമ്പോഴത്തേക്കിന് എത്രയോ നാൾ മുന്നിട്ടേന്ന് അറിയോ റീസെൻ്റ്ലി പിന്നെ അൽഗോരിതം അറിയാലോ ഇൻസ്റ്റാഗ്രാമിലെയും യൂട്യൂബിലെയും ഈ സമയമാകുമ്പോഴത്തേക്കിന് എല്ലാം അങ്ങ് കയറ്റി വിടും എത്ര നാളെ മുന്നത്തെ ആണെങ്കിലും. അപ്പോൾ കയറ്റി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ വീഡിയോക്കകത്ത് റീസെൻ്റ് കമൻറ്റ്സ് നോക്കുമ്പോഴത്തേക്കിന് ആ പെമ്പിള്ളാരെയൊക്കെ ഏത് രീതിയിലാണ് ആൾക്കാർ കാണുന്നത് എന്തൊക്കെയാണ് പറഞ്ഞു പോകുന്നത് എന്നുള്ളതൊക്കെ ഭയങ്കര ഭീകരമാണ്. അപ്പോൾ ഇവന്മാരെല്ലാവരും അങ്ങനെ ഒരു കാര്യം കൂടെ എല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ പൊന്നു മക്കളെ ഒരു കാര്യം പറയാം, ഇവന്മാർ എല്ലാം ഇപ്പോൾ ഇവിടുത്തെ കുറേ പീകിരി പിള്ളേരുണ്ട്, അന്തം ഫാൻസ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ. പൊന്നു മക്കളെ പറയാം, ഇതൊന്നും ഈ കാണുന്ന ഒന്നും മാസാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതൊക്കെ അകത്ത് പോകേണ്ടുന്ന കേസാണ്. ഓക്കെ, ഇവന്മാരകത്ത് പോകേണ്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. ഇത്രയും ഭീകരമായിട്ടുള്ള എപ്സ്റ്റീൻ ഫയൽസ് പോലെ അത്രയും ഡാർക്കറായിട്ടുള്ള സാധനങ്ങളാണ് ഇവന്മാർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷമീറിൻ്റെ വീഡിയോ എനിക്ക് തോന്നുന്നു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ ഇഷ്യൂ ആയിട്ട് അങ്ങനെ എന്തോ പോയതാണെന്ന് തോന്നുന്നു. ആ ലൈവ് ലാസ്റ്റ് ഇട്ടേക്കുന്നത് ഞാൻ ആലോചിക്കുന്നത് തൊപ്പിയുടെ എന്തുകൊണ്ട് പോകുന്നില്ല. കാര്യം അങ്ങനെ ഒരു സാധനം ഇട്ട് ഉമ്മാരി പടച്ച് വിട്ടിട്ട് എന്തുകൊണ്ട് അതിനകത്ത് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള ഞാൻ ആലോചിക്കുന്നത്. ഇമ്മാതിരി തോന്നിയാസം തെമ്മാടിത്തരം തന്തയിലേമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടെണ്ണം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പെമ്പിള്ളാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഈ ഫെയിമും കാര്യങ്ങളൊക്കെ ഉള്ള ഇങ്ങനെയുള്ള ആൾക്കാരുടെ പുറകെ പോകുമ്പോഴത്തേക്കിന് 18 വയസ്സ് പൂർത്തിയാവാത്ത പെമ്പിള്ളാരുണ്ടെങ്കിൽ പൊന്നു മക്കളെ 18 വയസ്സ് പൂർത്തിയായതിനു ശേഷം മാത്രമേ നിങ്ങൾ മറ്റെന്തിനാണെങ്കിലും പോകാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ പൂർത്തിയായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ പുറകെ പോയിട്ട് നിങ്ങൾ ഫ്ലേർട്ട് ചെയ്യോ സിറ്റുവേഷൻഷിപ്പോ കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്, അവരവരുടെ താല്പര്യമാണ്. രണ്ടുപേരുടെ സമ്മതപ്രകാരം നിങ്ങൾ അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 രൂപയുടെ ഒരു കോണ്ട വാങ്ങാനുള്ള മിനിമം കോമൺ സെൻസ് എങ്കിലും കാണിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ലാസ്റ്റ് അവനാണെങ്കിൽ ഇങ്ങനെ ചെയ്തു. ഇപ്പം നിങ്ങൾ ഇത്തരത്തിൽ അവിടെ പോയിട്ട് ഇവൻ്റെയൊക്കെ ഓരോരോ വൈകൃതങ്ങൾ കണ്ടിട്ട് അത് ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല. ആ സമയത്ത് ഇവിടെ ഒരു നോ പറഞ്ഞിട്ട് ഇറങ്ങി പോകുക എന്നുള്ളതാണ്. അല്ലാതെ ലാസ്റ്റ് പിന്നെ വൈറ്റിലായിട്ട് അബൂട്ട് ചെയ്ത് പോകാന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ പറ്റിയിട്ടൊന്ന് ആലോചിക്കുക. ഓക്കെ, നിങ്ങളൊരു സമയത്ത് നിങ്ങൾക്ക് പ്രശ്നമില്ലാതെ ആ ഒരു ഫ്ലേർട്ട് ചെയ്യുക കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ രീതിയിൽ പോകുന്നത് നിങ്ങളുടെ പ്രശ്നമല്ല. പക്ഷേ അങ്ങനെ പോകുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞ പോലെ ഒരു 10 രൂപയുടെ ഒരു കാര്യമല്ല, 10-20 രൂപയുടെ ഒരു കാര്യമല്ല, അത് വാങ്ങാനുള്ള ഒരു കോമൺ സെൻസ് എങ്കിലും ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതുപോലെ വൈകൃതങ്ങളൊക്കെ ഉള്ള ഇവന്മാരുടെ ഇങ്ങനത്തെ ഉള്ള കൂട്ടത്തിനൊക്കെ ഇടയ്ക്ക് പുറകെ പോകുകയാണെന്നുണ്ടെങ്കിൽ പൊന്നുമക്കളെ നിങ്ങളുടെ ജീവിതം കോഞ്ഞായിട്ടേ പോവേ ഉള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതലായിട്ട് എന്നാ പറയുന്നത്, ഇനിയിപ്പം നമുക്ക് അടുത്ത ഇതിൻ്റെ എപ്പിസോഡ് 4 കാണാൻ തൊപ്പിയുടെ ലൈവ് എന്താണെങ്കിലും പുറകെ വരുമല്ലോ. ഇനി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണെങ്കിലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.